മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെയധികം പ്രചാരം സിദ്ധിച്ചുകൊണ്ടുള്ള വളരെയധികം ആൾക്കാർ ആഗ്രഹിക്കുന്നതായ ഒരു പച്ചക്കറിയാണ് പൊന്നാങ്കണ്ണിച്ചീര. നോക്കുക, പൊന്നാങ്കണ്ണിച്ചീര. അപ്പോൾ ഈ പൊന്നാങ്കണ്ണിച്ചീരയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. പൊന്നാങ്കണ്ണിച്ചീര ഇന്ന് വളരെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇത് പച്ചയ്ക്ക് തിന്നുന്നു, ജ്യൂസ് അടിച്ച് കുടിക്കുന്നു, സലാഡാക്കി കഴിക്കുന്നു, അതുപോലെ തന്നെ എണ്ണ കാച്ചി മുടിയെ തേക്കുന്നു, ഒപ്പം ഇത് അരച്ച് കണ്ണിൽ ഒഴിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ ഒരു ആവേശകരമായ ഒരു അവസ്ഥയിലേക്ക് ഈ പൊന്നാങ്കണ്ണിച്ചീരയെപ്പറ്റി ഇന്ന് നമ്മുടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇത് വലിയ വില കൊടുത്തൊക്കെ ഈ പൊന്നാങ്കണ്ണിച്ചീര വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതായാലും ഈ കൃഷി ഒക്കെ വില കൊടുത്ത് വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കുന്നതിനോടൊക്കെ അത് ഇലഞ്ഞൂർ ബ്ലോഗിന് വളരെയധികം സന്തോഷമാണ്, വളരെയധികം ഇഷ്ടമാണ്. ഒപ്പം ഏറ്റവും അധികം ഇലഞ്ഞൂർ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നത് ഇടക്കാലത്ത് കൊണ്ട് നമ്മൾ മത്സ്യ മാംസാഹാരങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ തൽപരരായി മലയാളികൾ. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒട്ടനവധി രോഗങ്ങൾ വന്നുവിട്ടു. അപ്പം മത്സ്യവും മാംസവും, പ്രത്യേകിച്ച് ഈ കോഴിയിറച്ചികൾ അങ്ങനെയൊക്കെയുള്ള മത്സ്യവും മാംസവും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഒട്ടനവധി രോഗങ്ങൾ പിടിവിട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മുടെ കണ്ണിൻ്റെ പ്രശ്നം, നേത്രരോഗങ്ങളെന്ന് വെച്ചാൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ആശുപത്രിയിലൊക്കെ പോയി നോക്കി അറിയാം, അവിടെ വരുന്ന രോഗികളുടെ എണ്ണം ഓരോ ദിവസവും കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നേത്രരോഗങ്ങളിൽ നിന്നും ഒക്കെ ഇതിന് നമ്മളെ രക്ഷിക്കാൻ കഴിയും എന്ന് കേട്ടതോടെ ആൾക്കാർ വലിയൊരു ട്രെൻഡായി. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഈ പൊന്നാങ്കണ്ണിച്ചീര ഉപയോഗിക്കുന്ന ഒരു ശീലമായി. എന്നാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പൊന്നാങ്കണ്ണിച്ചീര പുതുതായിട്ട് വന്നതല്ല ഈ കേരളത്തിൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെക്കൻ കേരളത്തിൽ, അതായത് പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ, ആലപ്പുഴ ജില്ലകളിലൊക്കെ തന്നെ വർഷങ്ങൾ കൊണ്ട് ഈ പൊന്നാങ്കണ്ണിച്ചീര ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിയിട്ട് അപ്പം അന്നൊക്കെ ഇതിനെ പറയുന്ന ഒടിച്ചുകുത്തിച്ചീര എന്നായിരുന്നു പറയാനുള്ളത്. കാരണം അന്നൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇവിടെ വെച്ചങ്ങ് ഒടിച്ച് അപ്പുറത്തോട്ടൊന്ന് മാറ്റി നട്ടാൽ ഈ പൊന്നാങ്കണ്ണിച്ചീര കിളിച്ച് വരും. വർഷങ്ങളോളം ഇത് വിളവ് വരും ചെയ്യും. അപ്പോൾ അന്നത്തെ ആ സാഹചര്യത്തിലൊക്കെ നമ്മുടെ പറമ്പുകളിൽ എല്ലാവർക്കും ഇഷ്ടം പോലെ പറമ്പുകളൊക്കെ ഉണ്ട്. ആ പറമ്പുകളിൽ എല്ലാ കൃഷികളും ഉണ്ട്. അപ്പോൾ പാവൽ, പയർ, വെണ്ട, മത്ത, കൂവളം, ചുര, അപ്പം ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇതൊക്കെ വളരെ വിരളമായിട്ട് എടുക്കാൻ ഒക്കും. അതുപോലെ തന്നെ ചീരകളെ സംബന്ധിച്ചാൽ ഒട്ടനവധി ചീരകളുണ്ട്. അപ്പം ചുമന്ന ചീര, പച്ചച്ചീര, കുപ്പച്ചീര, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ചീരകളുണ്ട്. അപ്പോൾ ആ ചീരകളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മമാർ വളരെ വിരളമായിട്ട് മാത്രമേ ഇത് എടുക്കാറുള്ളൂ. ബാക്കി ചെടിയായിട്ട് തന്നെ അവിടെ നിൽക്കുക. അങ്ങനെ ഒടിച്ചുകുത്തി ചീര എന്ന് പറഞ്ഞാൽ ചെടിയായിട്ട് മാറും. ഇതിന് അപരനുണ്ട്. നമ്മൾ ഈ റോഡിലൂടെയൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇതാണോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു അപരനുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എല്ലാ ചെടികൾക്കും, മിക്കവാറുമുള്ള എല്ലാ ഔഷധ സസ്യങ്ങൾക്കും അപരനുണ്ട്. ഇതിൻ്റെ ഇലയുടെ കൂട്ടാണ്ടിരിക്കുക. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ ഇലകളുടെ നോക്കിയാൽ ഇത് പൂർണ്ണമായിട്ടും പച്ചയല്ല. അതായത് സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്ത്, സൂര്യപ്രകാശം കൊണ്ടില്ലെങ്കിൽ, സൂര്യൻ്റെ ചൂടേറ്റില്ലെങ്കിൽ ഇത് പരമാവധി ഇത്രയേ ആവത്തുള്ളൂ. എങ്കിലും ഒരു ഇളം ഇതുണ്ട്. പക്ഷേ ഇതിൻ്റെ അവരന് എപ്പോഴും പച്ചയായിരിക്കും. എന്നാൽ ഇത് സൂര്യപ്രകാശവും സൂര്യൻ്റെ വെയിലും ഏൽക്കുന്ന ഉടനെ ഇതിൻ്റെ നിറം അങ്ങ് മാറി ചുവപ്പാവും. ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ മാർഗം ഈ സംഭവമാണ്. അപ്പം ഇതിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്, വളരെ സത്യമാണ്. മറ്റുള്ള എല്ലാ ക്ഷീരവർഗ്ഗങ്ങളിൽ പെട്ടതിൻ്റെ കൂടെ തന്നെ ഇതിനും വലിയ വലിയ ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന മിക്ക രോഗങ്ങളെയും ശമിപ്പിക്കാനുള്ള പ്രത്യേകമായ ഔഷധ വീര്യം ഈ പൊന്നാങ്കണ്ണിച്ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ കണ്ണിനെ പൊന്നാക്കുന്നു എന്ന അർത്ഥത്തിലായിരിക്കും അങ്ങനെ പേര് വന്നത്. അപ്പോൾ ഒടിച്ചുകുത്തിച്ചീര എന്നൊക്കെ പഴയ കാലങ്ങളിൽ വിളിക്കുന്നുണ്ട്. അപ്പം നേത്രരോഗങ്ങളെ ചെറുക്കും. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ പല ആൾക്കാരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഈ തിമിരം എന്ന് പറയുന്ന രോഗം, അതായത് കണ്ണിൻ്റെ നേത്ര പടലത്തിനുണ്ടാകുന്ന ഒരു രോഗം, ഇത് കഴിച്ചോല അല്ലെങ്കിൽ ഇത് അരച്ച് പുരട്ടിയാലോ മാറുമെന്ന് ഒരിക്കലും ഞാൻ പലരുമായിട്ടും ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഒരിക്കലും നമ്മുടെ തിമിരം മാറാൻ ഇതിൻ്റെ കറി എത്ര കാലം കഴിച്ചാലും സാധിക്കത്തില്ല. അതുകൊണ്ട് തിമിരം മാറാൻ വേണ്ടി ഒരിക്കലും ഇത് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇത് പച്ചയ്ക്ക് അരച്ച് അത് നമ്മുടെ ശരീരഭാഗങ്ങളിലൊക്കെ തേക്കാതിരിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ തേച്ചാൽ ചില പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ
നമ്മുടെ ഉദര ശുദ്ധീകരണത്തിന് കുടൽ വായ് മുതൽ ഉള്ള താപ്പോട്ട് ഈ ആഹാരം ഇറങ്ങിപ്പോകുന്ന ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയും ചെറുക്കാനുള്ള ഔഷധ വീര്യം ഈ പൊന്നാങ്കണ്ണി ചീരയ്ക്കുണ്ട്. ഇത് കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ, തോരനാണ് പ്രധാനമായിട്ടും തോരൻ വെച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ അവിയലിനകത്ത് നമുക്കിടാം, കറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. ആ തോരനാണ് വളരെ സ്വാദിഷ്ടമായത്. തോരൻ വെക്കുമ്പോൾ ഇത് കണ്ടിച്ചെടുത്ത് ചെറു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് തോരന് ചേർക്കുന്ന തേങ്ങായും ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് തോരനാക്കുന്നുണ്ടെങ്കിൽ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. ആ തോരൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് കഴിക്കാൻ സാധിക്കുമെന്ന് പല അനുഭവസ്ഥരും എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇത് തോരനായിട്ടോ മറ്റേതെങ്കിലും കറിയായിട്ടോ നമ്മുടെ ജീവിതശൈലിയിൽ ഒരു ശീലമാക്കുകയാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം തന്നെയോ നമ്മൾ വേവിച്ച് ഇത് തോരനായിട്ടോ മറ്റ് കറികളായിട്ടോ ഭക്ഷണത്തോടൊപ്പം നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒന്ന്, നേത്രരോഗങ്ങൾ ഉണ്ടാവത്തില്ല. നേത്രരോഗങ്ങൾ ഉണ്ടാവില്ല. കണ്ണിൻ്റെ കാഴ്ചശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ, ആരോഗ്യമൊക്കെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒട്ടനവധി വിറ്റാമിനുകൾ ഇതിനകത്തുള്ളതുകൊണ്ട് നേത്രരോഗം ഉണ്ടാവത്തില്ല. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഉദര സംബന്ധമായ യാതൊരു രോഗങ്ങളും ഇത് കഴിക്കുന്നവർക്ക് ഉണ്ടാകാറില്ല. പിന്നെ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇപ്പോഴും വളരെ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഈ മൂത്രക്കല്ലെന്ന് പറയുന്ന അസുഖം. വളരെ വേദനാജനകമായ ഒരു രോഗമാണ് മൂത്രക്കല്ല്. അപ്പോൾ ഈ മൂത്രക്കല്ലെന്ന് പറയുന്ന അസുഖം, അത് ഓപ്പറേഷൻ ചെയ്ത് ഒരു പ്രാവശ്യം ഈ കല്ല് എടുത്തു കളഞ്ഞാൽ കുറേ കാലത്തിന് ശേഷം, ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ കല്ല് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് എന്താണ് അങ്ങനെ ഉണ്ടാകുമെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഈ ആഹാരം ഉദരത്തിൽ വെച്ച് അത് വിഘടിച്ച് പലതായി രൂപം പ്രാപിക്കുമ്പോൾ പുറത്ത് പോകേണ്ട ചില ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ആഹാരം ദഹിക്കുന്നതിന് ആസിഡുകൾ ആവശ്യമാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും തന്നെ നമ്മുടെ ആസിഡ് നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ആസിഡിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ആവശ്യത്തിനെടുത്തതിന് ശേഷം ബാക്കി അത് പുറന്തള്ളുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ ഇത് പുറന്തള്ളാതിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാൽസ്യം എന്ന വസ്തു നമ്മുടെ ശരീരത്തിനുള്ള ആവശ്യമുള്ളതിന് ശേഷം വീണ്ടും അത് അവശേഷിക്കുകയും അത് ശരീരം പുറന്തള്ളുകയും ചെയ്യാം. പക്ഷേ പുറന്തള്ളാതിരുന്നാൽ ഇത് പരലായിട്ട് മാറി യൂറിക് ആസിഡ് എന്ന പേരിൽ മാറി നമ്മുടെ സന്ധികളിൽ ഇത് അടിയും. സന്ധികളിൽ, അതായത് കാൽമുട്ട്, കൈമുട്ട്, അങ്ങനെ പാദം, അവിടെയൊക്കെ അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് കൈകാലുകൾ മടക്കാനും ഒന്നും ഒക്കാത്ത ഒരവസ്ഥ വരും. സന്ധിവേദന ഉണ്ടാവും. അപ്പോൾ യൂറിക് ആസിഡ് മൂലം സന്ധിവേദന അനുഭവപ്പെടുന്നവർക്ക് ഇത് കഴിക്കരുതെന്നല്ല, വളരെ വിരളമായിട്ട് മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ കഴിക്കാവൂ. സ്ഥിരമായിട്ട് വീണ്ടും കഴിച്ചാൽ ഇതിനകത്തെ ഗുണം, കാൽസ്യം ഒക്കെ അടങ്ങിയ ഗുണങ്ങളുള്ളതുകൊണ്ട് അത് വീണ്ടും കൂടാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ സ്റ്റോണും അതുപോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് വിറ്റാമിൻസുകൾ കൂടുതലുള്ളതുകൊണ്ട് സ്റ്റോണ് വീണ്ടും വരുന്നവർക്ക് ഇത് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റോൺ വീണ്ടും ഉണ്ടാകും. കാരണം ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി ഘടകങ്ങളുണ്ട്. മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന രോഗങ്ങൾ ഉണ്ടാവത്തില്ലെന്നുള്ള സത്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ മിനിമം ഇഷ്ടം പോലെ വെള്ളം, ദാഹിച്ചാലും വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം, ശുദ്ധജലം, പച്ചവെള്ളം, ശുദ്ധജലം, കിണറ്റിൽ നിന്ന് വെള്ളം കോരി, നല്ല ശുദ്ധമായി സൂക്ഷിക്കുന്ന കിണറ്റിൽ നിന്ന് വെള്ളം കോരി അത് അരിച്ച് അത് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം ഒരു 20 ഗ്ലാസ് വെള്ളം ഒരു ദിവസം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ആരോഗ്യമുള്ള ശരീരമായിരിക്കും. നമ്മുടെ ഉദരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടക്കും. ശരീരത്തിൽ നിന്നും പിന്തള്ളപ്പെടേണ്ട എല്ലാ മാലിന്യങ്ങളും പിന്തള്ളപ്പെടും. സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ ഒരു മാലിന്യവും കെട്ടിക്കിടക്കത്തില്ല. നമ്മുടെ ശരീരത്തിൽ മാലിന്യം കെട്ടിക്കിടക്കുമ്പോഴാണ് ഈ പറയുന്ന അസുഖങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൂടിക്കിടന്നാൽ അതുവഴി പോകുന്നുണ്ട്, ദുർഗന്ധം ഉണ്ടാകുന്നുണ്ട്, അത് വലിയ പ്രശ്നങ്ങളാവുന്നു. അതേപോലെയാണ് നമ്മുടെ ഈ ഉദരത്തിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ. അത് പുറത്തേക്ക് പോകാതിരുന്നാൽ, അത് എങ്ങനെങ്കിലും ശരീരം പുറത്തേക്ക് വിടുന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ചെന്ന് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്, ആരോഗ്യ പ്രശ്നമാണ്. പിന്നെ ഭീമമായ തുക ചിലവഴിച്ച് വേണം നമുക്ക് ഈ രോഗങ്ങൾ മാറ്റിയെടുക്കാനും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇത് കഴിക്കുന്നതിനുള്ള മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ, ഈ മലം വിസർജനം ചെയ്യേണ്ടത് പോലെ തന്നെ മൂത്രം വിസർജിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പം മൂത്രവിസർജനം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പം പലർക്കും ഈ മൂത്രം പോകാത്ത ഒരു അസുഖമുണ്ട്. അത് പല കാര്യങ്ങളാണ്, വെള്ളത്തിൻ്റെ കുറവ് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ആ അസുഖം മാറിയെടുക്കാൻ ഈ ചീര, ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ വേവിച്ച് തോരനായിട്ടൊക്കെ വെച്ച് കഴിച്ചാൽ മതി. തീർച്ചയായിട്ടും ആ രോഗങ്ങൾ മാറും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ,
ഈ പറയുന്ന ഈ പൊന്നാങ്കണ്ണി ചീര എങ്ങനെ കണ്ടെത്താം, എങ്ങനെ തിരിച്ചറിയുന്നുള്ളതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. ഈ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥ വന്നു ചേരും. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മിക്കവാറും എല്ലാ പോഷകാംശങ്ങളും ഈ പൊന്നാങ്കണ്ണി ചീരയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്. അത് നമുക്ക് എങ്ങനെയാണോ രുചികരമാക്കി കഴിക്കാവുന്നത് അത്തരത്തിൽ രുചികരമാക്കി കഴിക്കാം. അപ്പോൾ എന്തായാലും പുതുതായിട്ട് വന്ന ഒരു സസ്യമല്ല പൊന്നാങ്കണ്ണി ചീര. ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉണ്ട്. അവരൊക്കെ പല രൂപത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഒരു പൊന്നാങ്കണ്ണി ചീരയുടെ ഈ ഒരില പറിച്ച് നമ്മൾ വായിലിട്ടൊന്ന് ചവച്ച്, ഒറ്റ ഇല പറിച്ച് നമ്മൾ വായിലിട്ട് ചവച്ചിറക്കുമെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഒറ്റ ഇലയാകാവും, കൂടുതൽ ഇലയാവരുത്. പക്ഷേ പച്ചയ്ക്ക് കഴിയുന്നത്ര ഇത് ഒഴിവാക്കുന്നതാണ് ഉത്തമം. ഇതെന്നല്ല, ഏതൊരു ചീരവർഗ്ഗത്തിൽപ്പെട്ടതായാലും പച്ചില കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് ശീലമില്ല, പച്ചില കഴിച്ചുള്ള ശീലം നമുക്കില്ല. അതുപോലെ തന്നെ പച്ചിലയുടെ നീരഴിച്ച് കുടിച്ചുള്ള ശീലമില്ല. പലരും ഈ കഠിനമായ ഉണക്ക് സമയങ്ങളിൽ ജ്യൂസിനോടൊപ്പം ഇത് അടിച്ച് കുടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ ശരീരത്തിന് വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഞാൻ വായിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകർ ഈ പൊന്നാങ്കണ്ണി ചീര, നല്ല പൊന്നാങ്കണ്ണി ചീര ഇത് വാങ്ങിച്ച് നടണം. വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പൊന്നാങ്കണ്ണി ചീര. ഈ പൊന്നാങ്കണ്ണി ചീര നട്ട് നമുക്ക് അല്പം ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ ചട്ടിയിലോ ആണെങ്കിൽ ഓരോ പ്രാവശ്യം വിളവെടുക്കുമ്പോഴും, അതായത് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോഴും മുറിച്ചെടുക്കുമ്പോഴും നമ്മൾ വളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ഭൂമിയിലാണ് നടുന്നതെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഇച്ചിരി വളവും കാണാൻ വല്ലപ്പോഴും ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കൊക്കെ ജലസേചനം നടത്തി കൊടുത്താൽ മതി. ഇഷ്ടംപോലെ വിളവ് നമുക്ക് ലഭിക്കും. അപ്പം നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ ഫലപ്രദമായ ഒരു കറിക്കൂട്ടാണ്, അല്ലെങ്കിൽ കറി വയ്ക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ചീര എന്ന് പറയുന്നത്. നിരവധി ചീര ഇനങ്ങളുണ്ട്. ഈ നിരവധി ചീര ഇനങ്ങൾ നമ്മുടെ പുരയിടത്തിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ചാക്കിലോ ഒക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കുന്ന ചിലവ് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് നല്ല ഭക്ഷണം കഴിച്ച് നല്ല ജീവിതശൈലി രൂപപ്പെടുത്തി സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ വയ്യാത്തതും എന്നാൽ അറിഞ്ഞിട്ടാണെങ്കിൽ പോലും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇത്. ഇത് ശീലിക്കാത്ത പക്ഷം, പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടി നമ്മൾ ശീലിക്കാത്ത പക്ഷം നമുക്ക് ഉണ്ടാകുന്നത് ദുരിതപൂർണമായ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത്തരം ഉണ്ടാവാതിരിക്കാൻ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തയ്യാറാവണം. അപ്പം അതും നമ്മുടെ ഒരു ദൗത്യമാണ്. അടുത്ത തലമുറയ്ക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ധനം മാത്രം പോരാ, പ്രകൃതി നമുക്ക് നൽകിയിരിക്കുന്ന ഇത്തരം സമ്പത്ത് കൂടി പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും അറിവ് ശേഖരിക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണെന്ന ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒപ്പം ഇതിനോടൊപ്പം ഒരു ബെല്ലൈക്കനുണ്ട്. ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഈ ഇത്തരത്തിലുള്ള കൃഷിയെയും ഗൃഹവൈദ്യത്തെയും സംബന്ധിച്ചുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണങ്ങളും സാദരം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.